അടിവരയിട്ട് പറയേണ്ടത് ഈ പ്രതികൾ നേടിയിട്ടുള്ള ഇളവുകൾ പരോളുമായി ബന്ധപ്പെട്ടൊക്കെ നിയമവിരുദ്ധമായിട്ട് പോലും നേടിയിട്ടുള്ള ഇളവുകൾ എന്നാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ അതിന് തടയിടുന്നു. ഈ 20 വർഷം വരെ ഒരു തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിക്കില്ല. ആ 20 വർഷം എന്നുള്ളത് പ്രത്യേകിച്ച് അനുബന്ധമായിട്ടൊക്കെ ഒരുപക്ഷെ കോടതി വിവരിച്ചിട്ടുണ്ടാകും സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളൊക്കെ കാരണം പ്രതികൾക്ക് ഒരു തരത്തിലുള്ള മാനസാന്തരവും ഉണ്ടായിട്ടില്ല. കോടതിയിൽ സംഘടനത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ കോടതി പല ഘട്ടങ്ങളിലായി പ്രതികളുടെ പെരുമാറ്റമടക്കം ചൂണ്ടിക്കാട്ടപ്പെട്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഈ വിചാരണ ഘട്ടത്തിൽ. അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള വഴികൾ അടച്ച് 20 വർഷം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഈ വിധി മാറുകയാണോ അങ്ങനെയെങ്കിൽ? തീർച്ചയായും അതിലേക്ക് നയിച്ചത് ശ്രദ്ധാനന്ദ കേസ് തന്നെയാണ്. ശ്രദ്ധാനന്ദ കേസിൽ സുപ്രീം കോടതി ഭരണഘടനാ കോടതികൾക്ക് അനുവദിച്ചിരിക്കുന്ന ആ സ്വാതന്ത്ര്യമാണ് ജസ്റ്റിസ് AK ജയശങ്കർ നമ്പ്യാരും കൗസർ അടപ്പകത്തും തങ്ങളുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഭരണഘടനാ കോടതികൾക്കുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതികളുടെ ശിക്ഷ അത് ഉറപ്പാക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അതിലൊരു ബാലൻസിംഗ് ഉണ്ട് എന്നുകൂടി കോടതി എടുത്തു പറയുന്നുണ്ട്. അതായത് പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതികൾ ഈ ഉയർത്തിയത് തങ്ങൾ 12 വർഷം ഇപ്പോൾ തന്നെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിക്കാൻ കഴിയില്ല. നേരത്തെ വിചാരണ കോടതി തന്നെ അക്കാര്യങ്ങൾ പരിശോധിച്ച് തള്ളിയതാണ്. അതുകൊണ്ട് വധശിക്ഷയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് അവരും എടുത്തിരുന്നു. അതുപോലെ ഈ രണ്ട് കൂട്ടരുടെയും വാദങ്ങൾക്കിടയിൽ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു വിധിയായി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഹൈക്കോടതി 20 വർഷം ഒരു തരത്തിലും ഈ കേസുകളിലെ പ്രതികൾക്ക് ജീവപര്യന്തത്തിൽ ഇളവ് നൽകരുത് എന്ന നിർദ്ദേശം വെച്ചുകൊണ്ട് വളരെ സുപ്രധാനമായ വിധിന്യായത്തിലേക്ക് കടന്നിരിക്കുന്നത്. റിപ്പോർട്ട് കൂടി എന്തായാലും കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകും. കാരണം രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഉണ്ടായിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിലൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ വലിയ പരിഗണനയായി വന്നിട്ടുണ്ടാകാമല്ലേ? പ്രജീഷ്, ഈ കേസിലെ ഈ പ്രൊബേഷണറി ഓഫീസറുടെ ആണെങ്കിലും ജയിൽ സൂപ്രണ്ടിൻ്റെയും ആണെങ്കിലും ആ റിപ്പോർട്ടുകളിലൊന്നും തന്നെ പ്രോസിക്യൂഷന്റെ ആരോപണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതായത് ഇവരെല്ലാം വെള്ളപൂശുന്ന ഒരു റിപ്പോർട്ടാണ് വന്നത് എന്നതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഇത് ഒരു അധികാരവർഗത്തിന്റെ ഭാഗമായത്, അതായത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അവർ പലതും മറച്ചു വെച്ചിട്ടുണ്ട് എന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ പോലും കോടതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ കോടതി ഇതിൽ പരിഗണിച്ചിരിക്കുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളും പ്രതിഭാഗം ഉയർത്തിയിരിക്കുന്ന വാദങ്ങൾക്കുമിടയിൽ ഒരു ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് കോടതി എടുത്തിരിക്കുന്ന നിലപാട്.